ഒന്ന് തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം പൗലോസ് പറയുകയാണ്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ്. ഒരു കാര്യം തിരിച്ചറിയണം, നിന്റെ വിജയത്തിന്റെ രഹസ്യം നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തിയാണ്. ഒരു മന്ത്രവാദിക്കും ഒരു ആഭിചാരത്തിനും പിടിച്ചു കെട്ടുവാൻ വയ്യാത്ത ഒരു ശക്തിയാണ് നിന്റെ മേൽ വ്യാപരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, നിന്നെ ഇപ്പ തോപ്പിക്കൂ എന്ന് പറഞ്ഞവൻ നിന്റെ മുമ്പിൽ തോറ്റുപോകാൻ കാരണം നിന്റെ കുടുംബമഹിമയല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തിയാണ്. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഞാൻ ആ പദം പെട്ടെന്ന് വിടാം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഈ ശക്തിയെക്കുറിച്ച് പൗലോസിൻ്റെ അനുഭവത്തിൽ നിന്ന് പൗലോസ് വിവരിക്കുന്നൊരു ഭാഗമുണ്ട്. ഈ ശക്തി ഒരത്യന്ത ശക്തിയാണ്. എന്തുവാണ് ഒന്ന് പറഞ്ഞ, എന്തോ ശക്തിയാ? 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം, ഈ ശക്തി അത്യന്ത ശക്തിയാണ്. എന്താണ്? എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല. ഈ ശക്തി എന്താണ്? അത്യന്ത ഒന്ന് പറഞ്ഞ, എന്താണ്? നിന്നെ തോപ്പിക്കാൻ വന്നവർ തോറ്റ് തുന്നം പാടാൻ കാരണം അവന് വിചാരിക്കാൻ പറ്റാത്തൊരു അത്യന്ത ശക്തിയാ നിന്റെ മൺപാത്രത്തിലുള്ളത്. ഇനി വിവരിച്ചോണ്ട് വരട്ടെ. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം പഠിക്കുമ്പം ഇതിന് കോട്ടകളെ ഇടിക്കാനുള്ള ശക്തിയുണ്ട്. എന്തുവാ? കോട്ടകളെ. ഒന്ന് പറഞ്ഞ, എന്തുവാ? കോട്ടകളെ. പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ ഇനിയും നീ മുന്നോട്ട് പോകാതെ കോട്ട കെട്ടിയെങ്കിൽ അതിനെ ഇടിക്കാനുള്ള പവർ നിന്റെ മേൽ പകർന്നിരിക്കുന്ന ഈ ശക്തിക്കുണ്ട്. പറയട്ടെ, പെട്ടെന്ന് മുമ്പോട്ട് പോകാം. ഇനി ഇച്ചിരൂടെ കയറി പറയാം. പൗലോസിന്റെ മറ്റൊരു പ്രയോഗം കേട്ടു. വിശ്വസിക്കുന്നവരുടെ മേൽ ഈ ശക്തി ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഗ്ലോറി ടു ഗോഡ്. ഇന്നലെ കണ്ട ആളല്ല ഇന്ന് നീ. ഇന്നലെ നിന്നെ ഒതുക്കാമെന്ന് വിചാരിച്ചു. മന്ത്രവാദി പറഞ്ഞു നാളെ കൊണ്ട് ഒതുക്കി തരാം. അവൻ ഇപ്പോൾ പറയാം നാളെ കൊണ്ട് പറ്റത്തില്ല, മറ്റന്നാളിലാട്ട്. എന്നാ കാര്യം? ഓരോ ദിവസവും വിശ്വസിക്കുന്നവന്റെ മേൽ ഈ ശക്തി